ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ, മുറ്റമൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ കണ്ട പൂക്കളുടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. കടലാസ് ചെടിയിൽ പുതിയ പൂവുണ്ടായതാണ്. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചിട്ട് നീങ്ങുമ്പോൾ നോക്കുമ്പോൾ ഒരാൾ വെയിലൊക്കെ കാഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കണ്ണൊക്കെ അടച്ച് വെച്ചിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ നോക്കണത് ആൾ കാണാതിരിക്കാനാണോ ആൾ നോക്കണത് ഞാൻ കാണാതിരിക്കാനാണോ? പയ്യെ അവിടെ നിന്ന് എണീച്ച് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റോടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായിട്ട്, ഇന്നല്ല കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇവിടെ എല്ലാ വീടുകളിൽ കൂടെയും ഒരാളിങ്ങനെ വന്നായിരുന്നു കേട്ടോ, ഈ ഒരു അനാഥാലയത്തിലേക്ക് ഇങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അയാൾക്ക് കഴിയണ സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങനെ അയാൾ അങ്ങോട്ട് പോയായിരുന്നു. പിന്നെ കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാട്ടോ. അപ്പോൾ ഇതെന്താ എന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ തൊട്ട അപ്പുറത്തെ വീട്ടിലത്തെ അവിടുത്തെ ആളുടെ ഫോൺ കാണണില്ല. അപ്പോൾ ഈ വന്ന ആൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ അയാൾ കൊണ്ടുപോയിട്ടുണ്ടാവുള്ളൂ, ആ ഫോൺ വേറെ ആരും അവിടെ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആട്ടോ. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ആളുടെ ഹസ്ബൻഡ് വന്നു. എന്നിട്ട് ആൾക്ക് ഓട്ടോ ഉണ്ട്, ഓട്ടോ ഓടിക്കലാണ്. അപ്പോൾ വേഗം തന്നെ ആ ഓട്ടോയിൽ പോയിട്ട്, അപ്പോൾ ഈ ഇവിടെ വന്ന ആളാണെങ്കിൽ കുറേ വളവും തിരിവൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയോ സ്റ്റോപ്പിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അവിടെ പോയിട്ട് ഈ ആളെ ഓട്ടോയിൽ കയറ്റി ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ ഈ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരണം, ഫോൺ താ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അയാളാണെങ്കിൽ കിലുകിലാ വിറയ്ക്കാണ്. ഒരു 10-60 വയസ്സൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ എടുത്തിട്ടില്ല എന്ന് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈയും കാലൊക്കെ നന്നായിട്ട് വിറയ്ക്കണുണ്ട് ആളുടെ. പിന്നെ വേറെ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞോളൂ കേട്ടോ. വേറെ തല്ലോ ബഹളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല. എന്നാലും നമ്മൾ ദേഷ്യത്തിലാണല്ലോ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആളിങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ആളിങ്ങനെ 1 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ട് ഈ ആൾ ഞാൻ എടുത്തിട്ടില്ല എന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഈ ആളെ വിടുകയും വേണം, സാധനം കിട്ടിയിട്ടുമില്ല. അപ്പം അവിടെയുള്ള വേറൊരു ആൾ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യും, ഒന്നും കൂടി വീടിനകത്തൊക്കെ നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാം നോക്കിയിട്ടാണ് ഈ ആളെ പോയി പിടിച്ചുകൊണ്ട് വന്നേക്കണത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങളിതെല്ലാം ഒന്ന് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീടൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അടുക്കളയുടെ അലമാരയിൽ ഇരുന്നിട്ട് ഫോൺ കിട്ടിയിട്ടാണ്. അപ്പോൾ ഈ വീട്ടിലെ കുട്ടി ഈ ആൾ വന്ന് പോയപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഈ ഫോണിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം ആ ഹാളിലെ തന്നെ ജനലൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി അടുക്കളയിലേക്ക് പോയി. ആൾ വന്ന വഴിക്ക് ആളും പോയി. അപ്പോഴാണ് ആ വീട്ടിൽ കുട്ടി ഈ ഫോൺ കണ്ടിട്ട് അവൻ അത് എടുത്തുകൊണ്ട് പോയിട്ട് പുറകുവശത്തിരുന്ന് കളിക്കുകയുണ്ടായി. അപ്പം മുൻവശത്ത് ഈ ബഹളം നടക്കണതൊന്നും ഫോൺ തപ്പണതും ആൾ വന്നതും ഒന്നും ഈ കുട്ടി അറിഞ്ഞിട്ടില്ല. കളിയുടെ ലോകത്തേക്ക് അങ്ങനെ മയങ്ങിയിരിക്കുകയാണ് അവന്. അപ്പോഴാണ് ഇവൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഫോൺ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ട്രിപ്പ് ഫോൺ തപ്പാനായിട്ട് പോയത് കേട്ടോ. അപ്പോഴാണ് ഫോൺ കിട്ടിയത്. അപ്പോൾ ആ ആളെ എന്നിട്ട് പിന്നെ ഇത്രയും ചോദ്യം ചെയ്ത് അയാളാണെങ്കിൽ ആകെ അവശതയായി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി അയാളുടെ ശാപം മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പിന്നെ ചായയൊക്കെ ഇട്ട് അതിന് ചായയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞ് ഇയാളെ വിളിച്ച സ്ഥലത്ത് തന്നെ ഓട്ടോയിൽ തന്നെ തിരിച്ച് ഇയാൾക്ക് പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയാക്കി കേട്ടോ, ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയാക്കി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇപ്പോൾ പെട്ടെന്ന് ആ ഹാളിൽ തന്നെ ജനലൊക്കെ വെച്ചിട്ട് പോയതുകൊണ്ടാണല്ലോ അവൾക്ക് ആ സംശയം വന്നത്. ഈ വേറെ ആരും വന്നില്ല, ഈ ആൾ ഇതെടുത്തോട്ട് പോയിട്ടുണ്ടെന്നുള്ള സംശയം വന്നത്. നമ്മൾ ഒരു പുറമ്പോക്ക് പോലത്തെ സ്ഥലത്ത് ആ ഫോൺ വെച്ചിട്ട് പോയതാണ്. നമ്മൾ ആ ഫോൺ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് പോയത്. ഡോറും അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം വരാനേ പോണില്ല അല്ലേ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാതെ വേഗം ചെന്നിട്ട് വേറൊരാളെ തലയിൽ അതാക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ ഇങ്ങനെ വരണവർ എടുക്കൂല എന്നല്ല കേട്ടോ, അങ്ങനെ എടുത്തിട്ട് പോകണവരും ഉണ്ടാവും. രണ്ടും ഉണ്ട്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റണത് നമ്മൾ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവരെ പഴിചാരാൻ പോവുക. അപ്പോൾ സൂക്ഷിച്ചതിന് ശേഷം അത് പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് വന്ന ആളൊരു കള്ളൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിരപരാധികളെ സംശയിക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ വീട്ടിലുള്ളവരെയും കൂടി ഒന്ന് സംശയിക്കുക. ആ കുട്ടീനെയും കൂടി വിളിച്ചിട്ടൊന്ന് ചോദിക്കായിരുന്നു, മോനെ നീ ഈ ഫോൺ എടുത്തോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒച്ചപ്പാട് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ രണ്ടും മിസ്റ്റേക്കായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ അയൽവക്കത്ത് നടന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ ഫോണിൻ്റെ അഡിക്ഷനാണല്ലോ ഇപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരുടെ അടുത്തും കൂടി ഒന്ന് ചോദിച്ചേക്കാം, നിങ്ങളിത് എടുത്തോന്ന്. ആ കുട്ടി ഇതൊന്നും അറിയാണ്ട് അവിടെ ഇരുന്ന് നല്ല കളി കളിക്കണ്ടായി.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കറി വെച്ചത് എന്താ, കുമ്പളങ്ങ മോരുകറിയും പിന്നെ കായ ഉപ്പേരിയും പപ്പടം വറുത്തതൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ജ്യൂസായിരുന്നു. ഇപ്പോൾ അതാ ചെടി നനയ്ക്കാൻ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.